നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ കഴിഞ്ഞ 4.5 വർഷമായി പൂഴ്ത്തിവെച്ചിരുന്ന ഒരു റിപ്പോർട്ട്, അതിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതോടുകൂടി ചില നടികളൊക്കെ തങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുമ്പ് വരെ ഭയപ്പെട്ട് മാറി നിന്നിരുന്ന ആളുകളൊക്കെ മുന്നോട്ട് വന്ന് ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ മലയാള സിനിമയിലെ കുറേ ബിംബങ്ങൾ ഉടഞ്ഞ് തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. പിടിച്ചതിനേക്കാൾ വലുതാണ് ആളയിലുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പണ്ടൊരു നടി, ആ നടിയുടെ വാചകങ്ങളാണ്, ആ നടി പറഞ്ഞ വാചകങ്ങളാണ് ഇവിടെ എല്ലാവരും ആ നടിയുടെ പേര് പറയാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആ നടി പറഞ്ഞ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനകത്ത് ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ നടി പറഞ്ഞ കാര്യങ്ങളാണ്, ആ നടി പറഞ്ഞ കാര്യത്തെ വാതിലിൽ മുട്ടുക എന്ന് പറഞ്ഞത് ആ നടിയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പാതിരാത്രി നടിമാരുടെ വാതിലിൽ മുട്ടുക എന്ന് പറഞ്ഞത്, മുട്ടാൻ അങ്ങനെ ശ്രമം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ നടിയുടെ നാവ് ഒതുക്കിക്കളഞ്ഞു. സമ്പത്ത് കൊടുത്തും അവസരങ്ങൾ കൊടുത്തും ആ നടിയെ ഒതുക്കിക്കളയുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ ഉണ്ടായ കാര്യം. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ ആരുടെ പേര് പറയാതെ തന്നെ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് എന്ന് പേര് പറയുമ്പോഴാണോ പ്രശ്നമുള്ളൂ. നമ്മൾ പേര് പറയുമ്പോഴാണ്, ഓൺലൈൻ ചാനലുകാരൊക്കെ വന്നു തരുന്ന പേര് പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. നമുക്കെതിരെ കേസായി, കൂട്ടമായി. ചെകുത്താനെതിരെ കേസെടുത്തു. ചെകുത്താൻ എന്ന ഒരു ചാനലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഞാനത് കാണാറും കൂടെ ഇല്ല. അത് ഞാൻ കണ്ടിട്ട് കൂടെ ഇല്ല. പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെയുള്ള ചാനലുകളൊന്നും തന്നെ കാണാറില്ല. നിരൂപണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആഭാസതരത്തെ ഒന്നും കേൾക്കാൻ, ചെവി കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. ഞാൻ സിനിമ കാണുന്നു. ആ സിനിമയെപ്പറ്റി എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം എൻ്റെ ഈ ചാനലിലൂടെ, ANP എന്ന ഈ ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു. അത് അംഗീകരിക്കാവുന്നവരാണെങ്കിൽ അവർ അംഗീകരിക്കുന്നു. അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അവർ അത് അംഗീകരിക്കുന്നില്ല. അപ്പം നേരെ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത്. ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെയൊക്കെ കിട്ടും. നമ്മൾ ആ നേരെ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഇനി വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് കണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായം ഇപ്പോഴും യൂട്യൂബിൽ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ആ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും എനിക്ക് ഉള്ളത്. എന്തും കാണിക്കാം, എന്തും പറയാം, എന്തും പ്രേക്ഷകൻ വിഴുങ്ങിക്കോളും. ചില ഫാൻസ് അസോസിയേഷൻകാർ വിഴുങ്ങുമായിരിക്കും. പക്ഷെ കയ്യിൽ 150 രൂപ കല്ലുവെട്ടി ഉണ്ടാക്കുന്നത്, കൂലിപ്പണി ചെയ്ത് ഉണ്ടാക്കുന്ന 150 രൂപ കൊടുത്ത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സിനിമയ്ക്ക് കയറുകയും ആ സിനിമ കണ്ടതിന് ശേഷം അയാൾ ലഭ്യനാവുകയും 150 രൂപ കൊടുത്തതിനാണ് നമ്മൾ ലഭ്യനാവുന്ന കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ കുറച്ച് 2-3 മാസമായിട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനും തോന്നുന്നില്ല. കാരണം ഇതിനൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ബിനീത്ത് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ വിമർശനത്തിനും താഴെയായിട്ടുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ പറയാൻ ശ്രമിക്കുന്നതിലും യാതൊരു തരത്തിലുള്ള അർത്ഥവുമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ചാനലിൽ ഞാൻ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നതിൻ്റെ ഒരു കാര്യം, നമുക്കറിയാം 1999 ദേശീയ അവാർഡ്, 99 ദേശീയ അവാർഡാണ് 2000 പ്രഖ്യാപിച്ചത്. ആ സമയത്ത് കലാഭവൻ മണി എന്ന് പറയുന്ന മഹാപ്രതിഭയ്ക്കായിരുന്നു ആ അവാർഡ് കൊടുക്കേണ്ടിയിരുന്നത്. കാരണം അതിൻ്റെ ജൂറി ചെയർമാൻ വരെ പറഞ്ഞു വളരെ ശ്രമകരമായിട്ടുള്ള അഭിനയമാണ് എന്ന് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പൊക്കെ വന്ന് ഇരുന്നിങ്ങനെ പറഞ്ഞു. ജൂറി ചെയർമാൻ ആയിട്ടുള്ള മണിക്കൗളാണെന്ന് തോന്നുന്നു. ഷാജി എൻ കരുണിൻ്റെ കൂട്ടുകാരനാണ് മണിക്കൗൾ. വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അന്ന് അവാർഡ് കിട്ടിയത്. വാനപ്രസ്ഥത്തിലെ അഭിനയത്തിന് മോഹൻലാലിനാണ് അവാർഡ് കിട്ടിയത്. ഇതെല്ലാം ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നല്ലത് കയ്യടിയും കിട്ടിയിട്ടുണ്ട്, കൂക്കിവിളിയും കിട്ടിയിട്ടുണ്ട്. കൂക്കി വിളിക്കുന്ന ആളുകൾ നമുക്കറിയാലോ, ഫാൻസുകാർ. സ്വന്തമായി ചിന്തിക്കാൻ ഉള്ള തലച്ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിലും ചിന്തിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ. അങ്ങനെയുള്ള ആളുകളാണല്ലോ ഈ ഭൂരിഭാഗവും ആളുകളും.
ഭൂരിഭാഗവും ആളുകളും അങ്ങനത്തെ ആളുകളാണ്. തലച്ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ വർത്തമാനങ്ങൾ പറയുക, ആരൊക്കെയോ പറയുന്നത് കേട്ട് അങ്ങോട്ട് ചാട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടുകയും ഇങ്ങോട്ട് ചാട് എന്ന് ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് ആ ഒരു പദപ്രയോഗം തന്നെ ഉണ്ടല്ലോ. അങ്ങനെ പോകുന്ന ആളുകളാണ് അവർ അങ്ങനെ പോയിക്കോട്ടെ. പക്ഷെ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സിനിമയിൽ നല്ലത് സംഭവിക്കണം, നല്ല കാര്യങ്ങൾ വരണം, നല്ലത് ഉണ്ടാവണം, നല്ല സിനിമകൾ ഉണ്ടാകണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് നമ്മളെപ്പോലുള്ള ആസ്വാദകർ. നിരൂപണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ചിത്രശാല എന്ന ഒരു പംക്തി തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു പംക്തി തന്നെ ഉണ്ടായിരുന്നു. ചിത്രശാല എന്ന് പറഞ്ഞ് കോഴിക്കോടനും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന അശ്വതിയും കോഴിക്കോടനും ഒക്കെ ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. അത് നമ്മളത് വായിച്ച്, അതൊക്കെയാണ് നമ്മൾ ആദ്യം വായിക്കുന്ന സംഗതികൾ. ഇപ്പോൾ കലാകൗമുദി വരുന്ന സമയത്താണെങ്കിൽ കലാകൗമുദിയിൽ എം കൃഷ്ണൻ നായരുടെ സാഹിത്യഭാരഫലവും ടോംസും കഴിഞ്ഞതിന് ശേഷം, ടോംസ് വന്നതിന് ശേഷം മനോരമ വായിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ മനോരമയിൽ ടോംസ് മാത്രമേ വായിക്കാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ഡിറ്റക്റ്റീവ് നോവൽസൊക്കെ ആ കാലത്ത് ആ 80കളിൽ ഈ വായിച്ചു പോയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ 24 വർഷം കഴിഞ്ഞു പോയി. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഈ 2024 ഇരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ കലാഭവൻ മണിക്ക് കൊടുക്കേണ്ടിയിരുന്ന അവാർഡ് ശരിക്കും മോഹൻലാലിന് എടുത്തു കൊടുക്കുകയായിരുന്നു ചെയ്തത്. പല കാരണങ്ങളും പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മോഹൻലാലിനെ പോലെയുള്ള ഒരു മഹാനടനെ കവർ ചെയ്ത് കലാഭവൻ മണിയെ പോലെയുള്ള ഒരാൾ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നത് കാണാനുള്ള ശേഷി ഇല്ലാതിരുന്നത് കൊണ്ട് മണി കൗളിനെ കൊണ്ട് അങ്ങനെ ശ്രമകരമായ അഭിനയമായിരുന്നു കലാഭവൻ മണിയുടേത് എന്ന് പറഞ്ഞയാളാണ് മണി കൗൾ. ആ മണി കൗൾ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അവാർഡ് മോഹൻലാലിനായി മാറി. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അടിവരിവ് നടന്നില്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അതിൻ്റെ ഉള്ളിൽ മോഹൻലാലിൻ്റെ അഭിനയത്തെയും കലാഭവൻ മണി ആ സിനിമയിൽ മാത്രം, കിരീടത്തിലൊക്കെ മോഹൻലാൽ വൻ അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്, അതൊന്നും തർക്കമില്ലാത്ത കാര്യമാണ്. കിരീടത്തിൽ മാത്രമല്ല വേറെ പല സിനിമകളിലും നമ്മൾ മോഹൻലാൽ മഹത്തായ അഭിനയം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന വിനയൻ്റെ സിനിമയും ഷാജി എൻ കരുണിൻ്റെ വാനപ്രസ്ഥവും തമ്മിൽ അതിലെ അഭിനയം ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിരൂപണത്തിൻ്റെ കാര്യവും ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. ഒരു നടി WCC കാരണമായ ഒരു ആ നടിക്ക് മാത്രം പിന്നീട് ഒരുപാട് വേഷങ്ങൾ വരികയും 2 കോടി ഒരു സിനിമയ്ക്ക് 2 കോടി രൂപ വെച്ച് അവർ വാങ്ങിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ മോഹൻലാലിൻ്റെ കലാഭവൻ മണിയുടെയും അഭിനയത്തിലേക്ക് വരാം. കലാഭവൻ മണി വളരെ ശ്രമകരമായിട്ട്, വളരെ നിരീക്ഷണം, അന്ധന്മാരെ നിരീക്ഷിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാനായിട്ട് സാധിച്ചത്. ഒരു കലാകാരനെ സംബന്ധിച്ച്, ഒരു നടനെ സംബന്ധിച്ച് അയാൾ നല്ല നിരീക്ഷകനായിരിക്കണം എന്നാണല്ലോ പറയുന്നത്. നിരീക്ഷകനായിരിക്കണം അയാൾ, അപ്പോഴാണ് അയാൾക്ക് അത് ആവിഷ്കരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ആ നടൻ മറ്റ് സിനിമകളിൽ എങ്ങനെയോ എന്നുള്ളതല്ല, അവാർഡ് കിട്ടിയ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹവും സുഹാസിനിയുടെ കഥാപാത്രവും തമ്മിൽ നിന്ന് കഥകളി മുദ്രകൾ കാണിക്കുന്ന ഒരു സീനുണ്ട്. കഥകളി മുദ്രകൾ കാണിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ മോഹൻലാലിൻ്റേത് ഒരു ഓരം തിരിഞ്ഞുള്ള കഥകളി മുദ്രയാണ് കാണിക്കുന്നത്. സുഹാസിനി സ്ട്രെയിറ്റ് ഫോർവേഡ്. ചന്ദ്രമന നമ്പൂതിരി എന്ന കഥകളി ആശാൻ്റെ വീടിനടുത്താണ് എൻ്റെ വീട്. കുറുപ്പംപടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അവിടെ ഈ ചന്ദ്രമന നമ്പൂതിരിയെ ആദരിക്കാൻ വേണ്ടി പെരുമ്പാവൂർ ഫാസിൽ ഒരിക്കൽ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഓഡിയൻസിനെ നോക്കിയിട്ട് ശരിക്കൊരു കഥകളി ആചാര്യനായ ഒരാൾ എങ്ങനെയാണോ ആ ഓഡിയൻസിനെ വണങ്ങുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതേ സാധിക്കുകയുള്ളൂ. കാരണം വർഷങ്ങളോളം കഥകളി പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം അങ്ങനെയായി മാറി. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അങ്ങനെയായി മാറി. ആ ഒരു ശരീരഭാഷയുടെ ഒരു ഗുണം കുഞ്ഞുകുട്ടൻ ആശാനാണല്ലോ. വാനപ്രസ്ഥത്തിൽ കുഞ്ഞുകുട്ടൻ ആശാനാണ്. ഈ ആശാന് ആ ഒരു ശരീരഭാഷയിലേക്ക് പരകായ പ്രവേശം ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. എന്നിട്ടും ഓരം ചെരിഞ്ഞിട്ടാണോ കഥകളി ചെയ്യുന്നത് ഒരാൾ?
ഒരു ഓരം ചരിച്ചിട്ടാണോ മുദ്ര കാണിക്കുന്നത്? ഒരു കഥകളി ആശാൻ അങ്ങനെയാണോ കാണിക്കുന്നത്? അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണത്. അദ്ദേഹത്തിന് അത് കഥകളി ആചാര്യനെ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെ മുഖം നിറച്ച് ഇതൊക്കെ വെച്ചിട്ട് പറയുകയാണ് മഹത്തായ അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് അതൊക്കെ ആ രീതിയിൽ കൊണ്ടുവരണം. അയാളുടെ അഭിനയത്തെ അതൊക്കെ അഴിച്ചു വെച്ചതിന് ശേഷമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരണമായിരുന്നു. അത് കൊണ്ടുവരാനായിട്ട് ഷാജി എൻ കരുണിനും കഴിഞ്ഞില്ല. ഷാജി എൻ കരുണിൻ്റെ സൊമ്മും പിറവിയും ഒക്കെ കണ്ട് ആഹ്ലാദിച്ചിത്തരായിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. നമ്മൾ തന്നെയാണ് പറയുന്നത് വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ ഷാജി എൻ കരുണിൻ്റെ ഒരു സിനിമയായിട്ട് മാറിയില്ല. മോഹൻലാലിനെ കൊണ്ട് ഭംഗിയായിട്ട് അഭിനയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ കലാഭവൻ മണിയുടെ കാര്യം നോക്കുക. അദ്ദേഹം വളരെ സ്ട്രെയിൻ എടുത്തിട്ടാണ് കൃഷ്ണമണി രണ്ടും മുകളിലേക്ക് പിടിച്ചു നിർത്തി ആക്ടിങ് നടത്തുന്നത്. അതൊക്കെ നമ്മൾ ആ സിനിമകൾ എടുത്തു വെച്ച് തന്നെ പരിശോധിച്ച് തെളിയിക്കേണ്ട കാര്യമാണ്. തെളിയിക്കാൻ എനിക്ക് കഴിയും. ആ സിനിമയുടെ ഷോട്ടുകൾ എടുത്ത് വെച്ച് എനിക്ക് തെളിയിക്കാനായിട്ട് കഴിയും. ഞാൻ കാണിച്ചു തരാം. അത് രണ്ടും ഏതാണ് മഹത്തായ അഭിനയം. കലാഭവൻ മണിയുടെ തന്നെയാണ് മഹത്തായ അഭിനയം എന്ന് തന്നെയാണ് ഞാനിവിടെ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തു കാരണവശാലോ എന്തോ ശ്രീനിവാസൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൈരളി ചാനലിലെ ഒരു അഭിമുഖത്തിൽ ഉള്ള ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു, അദ്ദേഹത്തിൻ്റെ അമ്മ നമ്പ്യാരും അച്ഛൻ തീയനുമാണ്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയദർശനും മോഹൻലാലും ഗാന്ധിമതി ബാലനും ഒക്കെ ഞെട്ടിപ്പോയി എന്ന് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയും. മോഹൻലാൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് പറയുന്നത്, അമ്മ നമ്പ്യാരാണോ? നമ്പ്യാരാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ നായന്മാരുടെ കൂടെ കൂട്ടാലോ എന്ന് പറഞ്ഞതൊക്കെ ആയിട്ട് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നു. മമ്മൂട്ടി ചോദിച്ചതായിട്ട് ജാതി എന്ന് പറയുന്നത്, തിലകൻ പറഞ്ഞ ജാതി എന്ന് പറയുന്നത് ഇവിടെ മലയാള സിനിമയിൽ മാത്രമല്ല കേരളത്തിലുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്. ജാതീയതയും ജാതി തിരിവും കേരളത്തിൽ ഉണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ അദ്ദേഹം ശ്രീനിവാസൻ ആ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തെന്നാൽ കഴിവുള്ള ആളുകളെ, ഇപ്പോൾ കലാഭവൻ മണി താണ ജാതിക്കാരനായിരുന്നു, അത് മാത്രമായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് സിനിമയിൽ അവസരം ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിന് കഴിവുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സിനിമയിൽ നിൽക്കാനായിട്ട്, അത്രയും കാലം നിൽക്കാനായിട്ട് സാധിച്ചു. ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രീനിവാസൻ തൻ്റെ ആ വീഡിയോയിൽ പറയുന്നത്. ഇനി നിരൂപണം എന്ന് പറയുന്ന കാര്യം, എന്തുകൊണ്ടാണ് മാതൃഭൂമി ആ പങ്ക്തി നിർത്തിവെച്ചത് എന്ന് ചോദിച്ചാൽ, ആളുകൾ കയറി MTയുടെ സിനിമയെ വിമർശിക്കാൻ തുടങ്ങി. MTയുടെ ജാനകിക്കുട്ടിയെ വിമർശിക്കാൻ തുടങ്ങി. വിമർശിച്ചുകൊണ്ട് കത്തുകൾ എഴുതാൻ തുടങ്ങി. അതോടുകൂടി അത് നിർത്തിവെച്ചു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ കണ്ടതാണ് മാതൃഭൂമി ആഴ്ചപതിപ്പിൽ ഉദയനാണ് താരം എന്ന സിനിമയെ വിമർശിച്ചുകൊണ്ട് ഉദയനാണ് താരത്തെ പ്രത്യേകിച്ചും ശ്രീനിവാസനെ വിമർശിച്ചുകൊണ്ട് P. ഗോപിനാഥ് എഴുതിയ വലിയ ഒരു ലേഖനം തന്നെ നമ്മൾ കണ്ടതാണ്. എന്താ, മോഹൻലാൽ വിമർശനത്തിന് അതീതനാണോ? അതാണ് ചോദ്യം. മോഹൻലാൽ എന്ന് മാത്രമല്ല, കമലഹാസൻ എന്ന് മാത്രമല്ല, ഒരാളും ഇവിടെ വിമർശനത്തിന് അതീതരായിട്ടുള്ള ആളുകളില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മോഹൻലാൽ വിമർശിക്കപ്പെടണം. അങ്ങനെ വിമർശിക്കപ്പെടാതെ വന്നതുകൊണ്ടാണ് ഇവരൊക്കെ മോഹൻലാൽ ഉൾപ്പെടെ ഉള്ള ആളുകൾക്കൊക്കെ കൂട്ടത്തോടെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് രാജിവെക്കേണ്ടതായിട്ട് വന്നത്. രേവതി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുകയാണെങ്കിൽ, രേവതി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ ഈ രാജിയല്ല, അതിനപ്പുറത്തെ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ വിമർശനത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ബിനോയ് വിശ്വം ഇപ്പോൾ പറഞ്ഞു മുകേഷ് രാജിവെക്കണം, മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ചെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയാൻ ബിനോയ് വിശ്വത്തിന് എന്താണ് അർഹതയുള്ളത്? ബിനോയ് വിശ്വത്തെ പോലുള്ള ആളുകളും മുതലാളിമാരുടെ ആളുകളാണ്, വക്താക്കളാണ്. ഒരു മുതലാളിയുടെ സിനിമയെ വിമർശിച്ചുകൊണ്ട് ഒന്ന് എഴുതി നോക്ക് ജനയുഗത്തിൽ, പ്രസിദ്ധീകരിക്കില്ല. വലിച്ചേറി ചവിറ്റോട്ടയിലേറിയും അവർ പ്രസിദ്ധീകരിക്കില്ല. അവർക്കൊക്കെ പുകഴ്ത്തലുകാരെയാണ് ആവശ്യം. ആരെയാണ് പുകഴ്ത്തേണ്ടത്? പുകഴ്ത്തുന്നത് മുതലാളിമാരെ. എന്നിട്ട് താഴെ വന്നിട്ട് പറയും ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന്. ഒരു തൊഴിലാളി വർഗ പാർട്ടിയുമല്ല. ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടി ഉൾപ്പെടെ, ബിനോയ് വിശ്വം ഉൾപ്പെടെ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയല്ല. ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയിൽ ചില ആളുകൾ, വെളിയം ഭാർഗവൻ വരെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു വിമർശനം ഉന്നയിച്ചു. വിമർശനം, സ്വയം വിമർശനം, ഈ രണ്ട് കാര്യങ്ങളുമാണ് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അവരുടെ തന്നെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് അത്രേ കാര്യങ്ങളെ പറയാനുള്ളൂ, കൂടുതൽ അതിനകത്ത് പറയാനില്ല. ഇനി WCC രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടി, ആ നടിക്ക്
നിരവധി അവസരങ്ങൾ 2 കോടി രൂപയാണ് ആ നടി പ്രതിഫലമായി പറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2017 ശേഷം അവർ അഭിനയിച്ച സിനിമകളുടെ കണക്കുകളൊന്നും എടുത്തു നോക്കി കഴിഞ്ഞാൽ എത്ര കോടികൾ അവർക്ക് നേട്ടം ഉണ്ടായി കാണും. അവരുടെ കൂടെ വന്ന ആളുകൾക്കൊക്കെ അവഗണനയും അവരെ ഒതുക്കലുമായിരുന്നു ഇവിടെ നടന്നത്. രമ്യ നമ്പീശനെ പോലുള്ള ആളുകൾ ഒക്കെ ഒതുക്കുകയാണ് ചെയ്തത്. പാർവതി തിരുവോത്തിനെ ഇപ്പോൾ നമുക്കറിയാം ഒരു അപ്രഖ്യാപിത വിലക്കാണ് അവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പറയണം, പറയാതെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്.